ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഏകദേശം നമ്മുടെ ഈ മാസം ഒരു അവസാനത്തേക്ക് എത്തിയിട്ടുണ്ട്. ആൻഡ് നമ്മളിപ്പോഴും ജൂണിലെ സെയിൽസ് തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജൂലൈ ആണ്, അത് ഇനി ഓഗസ്റ്റ് വരും. ഓഗസ്റ്റ് തുടക്കത്തിൽ നമുക്ക് ജൂലൈ വണ്ടികളുടെ സെയിൽസ് വരും. എന്തായാലും ബാക്കിയുള്ള ഒരു സെഗ്മെൻറ്റും കൂടെ ഉണ്ട്, നമ്മുടെ സെഡാൻസിൻ്റെ കാറ്റഗറി. പൊതുവേ ഇപ്പം SUVs ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. പക്ഷേ എന്നാലും കഴിഞ്ഞ മാസം, അതായത് ജൂണിൽ സെഡാൻസിൻ്റെ ഓവറോൾ സെയിൽസ് പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്ന് വീഡിയോയിലൂടെ നോക്കിയാലോ. നമുക്കിവിടെ 9 വണ്ടികളാണുള്ളത്. ആൻഡ് ഇതിനകത്ത് 9th പൊസിഷൻ നിൽക്കുന്ന നമ്മുടെ ടൊയോട്ടയുടെ ക്യാമറയാണ്. ഇതിന് ഓൾമോസ്റ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിലാണ്. കഴിഞ്ഞ മാസം 191 വണ്ടികൾ സെയിലാണ് കിട്ടിയത്. മെയ് മാസം, അതായത് കഴിഞ്ഞതിന് മുന്നത്തെ മാസം. നമ്മളിതിൽ മന്ത് ഓൺ മന്ത് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, ഇയർ ഓൺ ഇയർ അല്ല. 2026 മെയ്യിൽ 192 വണ്ടികൾ സെയിലായിരുന്നു കിട്ടിയത്. വലിയ വ്യത്യാസമില്ല. ജസ്റ്റ് ഒറ്റ വണ്ടിയുടെ വ്യത്യാസമുള്ളൂ. 0.52% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ 9 വണ്ടികളുടെ ലിസ്റ്റിൽ 4 വണ്ടികൾക്ക് ഗ്രോത്തും 5 വണ്ടികൾക്ക് ഡീഗ്രോത്തുമാണ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വണ്ടിയും കൂടിയാണ് നമ്മുടെ ക്യാമറി. ഇത് ഒറ്റയടിക്ക് നോക്കുമ്പോൾ ടൊയോട്ടയുടെ വണ്ടി ആകെപ്പാട് 200 ഉള്ളൂ, അതിനടുത്ത് സെയിലുള്ളൂ എന്നൊക്കെ നോക്കുമ്പോൾ കുറവായിട്ട് തോന്നിയിരിക്കും. പക്ഷേ ആക്ച്വലി അല്ല. കാരണം ഇമ്പോർട്ട് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ ഇവിടെ അസംബിൾ ചെയ്യുന്നൊരു വണ്ടി എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള സെയിലാണ്. പിന്നെ ഇതിൻ്റെ കോമ്പറ്റീഷനിൽ ഇപ്പോൾ വേറെ വണ്ടികളും ഇല്ല. എല്ലാം ഉണ്ടായിരുന്നു, നിർത്തിപ്പോയി. ഇതിൻ്റെ തൊട്ട് താഴത്തുണ്ടായിരുന്നു നമ്മുടെ സിവിക്ക്, ആ ഒരു കാറ്റഗറിയിൽ ഉണ്ടായിരുന്ന വണ്ടികളും ഇപ്പോൾ നിർത്തിപ്പോയി. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ഒരു കൊടുക്കുന്നുണ്ടല്ലോ. ഒക്ടാവിയും പിന്നെ മറ്റേ സൂപ്പർബും ഒക്കെ പണ്ടുണ്ടായിരുന്നു. ഇതൊക്കെ എവിടെ? ആകെപ്പാട് ഇപ്പോൾ നമുക്കൊരു ടൊയോട്ടയുടെ ക്യാമറ ഉണ്ട്. എനിവേ, സോ ഇതാണ് നമ്മുടെ ക്യാമറയുടെ കാര്യം. ഇനി നമ്മുടെ അടുത്ത 8th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മറ്റൊരു ഫ്ലോപ്പായി പോയ, ഫ്ലോപ്പല്ല, പക്ഷേ ഇനീഷ്യലി ഇറങ്ങിയപ്പോൾ അത്യാവശ്യം ഡിമാൻഡ് ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് എന്താണെന്നറിയില്ല, ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അത്രയ്ക്ക് അങ്ങോട്ട് സെയിൽ കിട്ടാതിരുന്ന വണ്ടിയാണ് നമ്മുടെ ഹ്യുണ്ടായുടെ വെർണ. പഴയ ജനറേഷൻ ആയിരുന്നപ്പോൾ എങ്ങനെയൊക്കെയാണ് പോയാലും ഒരു 1000-നടുത്തെങ്കിലുമൊക്കെ സെയിൽ കിട്ടുമായിരുന്നു. ഈ പുതിയ ജനറേഷൻ വന്നപ്പോൾ തൊട്ട് കുറേ കാലം, ഇപ്പോൾ 3-4 വർഷം ഇത് വന്നിട്ട്, പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട്, അതായത് ഈ ഡിസൈൻ അത്ര ആൾക്കാർക്ക് പിടിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. മേ ബി അതായിരിക്കും. ഇൻറ്റീരിയർ ഒന്നും കുഴപ്പമൊന്നുമില്ല, ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോഴും ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ള വണ്ടി ഇത് തന്നെയാണ്. ആൻഡ് എഞ്ചിൻ ഓപ്ഷൻസ് ആണെങ്കിലും 1.5 ടർബോ ഉണ്ട്, 1.5 എണ്ണ ഉണ്ട്, ഓട്ടോമാറ്റിക്കിന് CVT ഉണ്ട്, DCT ഉണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഓപ്ഷൻസ് വൈസ് നല്ലൊരു റിച്ച് ആയിട്ടുള്ള വണ്ടിയാണ്. പക്ഷേ ഡിസൈൻ മാത്രം കൊണ്ട് കഷ്ടപ്പെട്ടു പോയ ഒരു വണ്ടി. കാരണം കഴിഞ്ഞ മാസം ജസ്റ്റ് 554 വണ്ടികൾ സെയിൽ കിട്ടിയിട്ടുള്ളൂ. മെയ് മാസത്തിൽ 723 വണ്ടികൾ സെയിലാണ് കിട്ടിയത്. അതായത് 169 വണ്ടികളുടെ വ്യത്യാസം. 23.37% ഡീഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. ഈവൻ തോ നമ്മുടെ ഈ ലിസ്റ്റിൽ മൂന്നാമതായി ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി ഇതാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആക്ച്വലി നടുവിലാണ്, 5 വണ്ടികൾക്കാണല്ലോ. കറക്റ്റ് 3rd പൊസിഷനിൽ നിൽക്കുന്നതുകൊണ്ട് മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന വണ്ടി എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. ഇനി നമ്മുടെ അടുത്ത 7th പൊസിഷനിൽ നിൽക്കുന്ന വണ്ടി ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വണ്ടിയായിരിക്കും. നമ്മുടെ ടാറ്റയുടെ ടിഗോറും ടിഗോർ EV ആണ്. ഇടയ്ക്കൊരു കാലത്ത് അവരിതിന് അപ്ഡേറ്റ് ഒക്കെ വരുത്തി ഇഷ്ടംപോലെ ഫീച്ചേഴ്സൊക്കെ കൊടുത്ത് പിന്നെ ഒന്ന് സെയിൽ കൂട്ടിയെടുത്തായിരുന്നു. ആദ്യം അവർ ഈ വണ്ടി ഒന്ന് ഡൗൺ ആയപ്പോൾ ഇലക്ട്രിക് കൊടുത്ത് സെയിൽ കൂട്ടി, പിന്നെ CNG കൊടുത്ത് സെയിൽ കൂട്ടി, ലാസ്റ്റ് അവർ അപ്ഡേറ്റ് ചെയ്ത് സെയിൽ കൂട്ടി. ഇപ്പോൾ എന്തായാലും ഇനി ഒന്നും ചെയ്യാനില്ലെന്ന് തോന്നുന്നു. കഴിഞ്ഞ മാസം 602 വണ്ടികൾ സെയിലാണ് ഇതിന് കിട്ടിയത്. മെയ് മാസത്തിൽ 531 വണ്ടികൾ സെയിലായിരുന്നു കിട്ടിയത്. അതായത് 71 വണ്ടികളുടെ വ്യത്യാസവും 13.37% ഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. വലിയ ഗ്രോത്ത് ഒന്നുമില്ല. നമ്മുടെ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടിയാണ് ടിഗോർ. ഇതിനിപ്പോൾ നമുക്ക് ടിയാഗോയിലൊക്കെ കിട്ടിയ പോലെ ഇനിയിപ്പോൾ ഒരു അപ്ഡേറ്റ് പെൻഡിങ് ആണ്. പക്ഷേ അതിൻ്റെ റെൻഡേഴ്സൊക്കെ മാത്രമേ വന്നിട്ടുള്ളൂ. ടാറ്റയായിട്ട് ആ വണ്ടി ടെസ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ചെയ്യുന്നതോ ഇതുവരെ നമ്മൾ സ്പൈ ഷോട്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ വേറെ ടീസേഴ്സോ അതിൻ്റെ ഭാഗമായിട്ടൊന്നും കണ്ടിട്ടില്ല. അവരിൽ പിന്നെ ഇത് മാറുന്നോ എന്നും അറിയില്ല. പൊതുവെ ഇത്രയും ഡിമാൻഡ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബഡ്ജറ്റൊക്കെ കൊടുത്ത് അത് അപ്ഡേറ്റ് ചെയ്യണോ എന്നും ചിലപ്പോൾ അവർ ആലോചിക്കായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. ടാറ്റ ആയതുകൊണ്ട് ചിലപ്പോൾ ചെയ്യുമായിരിക്കും. കാരണം അവർക്ക് ഇപ്പോൾ ഒരു പോർട്ട്ഫോളിയോയിലുള്ള വണ്ടികളാണുള്ളത്, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഏതായാലും നമ്മുടെ അടുത്ത 6th പൊസിഷനിൽ നിൽക്കുന്ന ഹോണ്ടയുടെ സിറ്റിയാണ്. ഇതിന് കഴിഞ്ഞ മാസം കുറച്ച് സെയിൽ കുറഞ്ഞു. 745 വണ്ടികളുടെ സെയിൽ കഴിഞ്ഞ മാസം കിട്ടിയിട്ടുള്ളൂ. കഴിഞ്ഞതിന് മുന്നത്തെ മാസം മെയ്യിൽ 1227 വണ്ടികളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. അതായത് 482 വണ്ടികളുടെ വ്യത്യാസം. 39.28% ഡീഗ്രോത്ത് റേറ്റ് ഉണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ മന്ത് ഓൺ മന്തിൽ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വണ്ടിയും കൂടിയാണ് സിറ്റി. ഇതും നമ്മളൊരു 5-6 കൊല്ലം മുന്നേക്ക് എടുക്കുകയാണെങ്കിൽ ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ സെയിൽ വന്ന വണ്ടി ഇത് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് 2020 പുതിയ ജനറേഷൻ 5th ജനറേഷൻ സിറ്റി വന്നപ്പം പിടിച്ചാൽ കിട്ടില്ലായിരുന്നു. ഒന്നുമല്ല, 2000-3000 എങ്ങനെയായാലും സെയിൽ കിട്ടിക്കൊണ്ടിരുന്നതാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ വെർട്ടസ് സ്ലാവിയം വന്നു, പുതിയ ജനറേഷൻ വെർണ വന്നു. അങ്ങനെ ഇതിൻ്റെ സെയിൽ അങ്ങോട്ട് താഴത്തേക്ക് വന്നു തുടങ്ങി. പിന്നെ ഇപ്പോൾ ഈ അടുത്തൊരു മേജർ ഫേസ് ലിഫ്റ്റ് പോലത്തെ ഒരു വണ്ടി ഇറക്കിയായിരുന്നു. എന്നിട്ടും സെയിൽ അങ്ങനെ അങ്ങോട്ട് പിടിച്ച് കയറ്റാൻ അവർക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഏതായാലും ഇനി അടുത്ത 5th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ സ്കോഡയുടെ സ്ലാവിയാണ്. ഇതിന് കഴിഞ്ഞ മാസമായിരുന്നു സെയിൽ കൂടിയത്. 1083 വണ്ടികൾ സെയിലാണ് കഴിഞ്ഞ മാസം കിട്ടിയത്. മെയ് മാസത്തിൽ, അതായത് കഴിഞ്ഞ മുന്നത്തെ മാസം 861 വണ്ടികൾ സെയിലാണ് വന്നത്. അതായത് 222 വണ്ടികളുടെ വ്യത്യാസം. 25.78% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ ഇൻഫാക്റ്റ് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന വണ്ടിയും സ്ലാവിയ തന്നെയാണ്. പക്ഷേ നോർമലി ഇതിനൊരു 1000 to 1200 1300 ആയിട്ട് സെയിൽ കിട്ടാറുള്ളതാണ്. കഴിഞ്ഞ 2-3 മാസമായിട്ട് ഈ വണ്ടിക്ക് കുറച്ച് സെയിൽ കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റീസൺ ഒരു പക്ഷേ ഫേസ് ലിഫ്റ്റ് വരുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. പക്ഷേ അത് ഈ വരുന്നതിന് തൊട്ട് മുന്നത്തെ മാസമാണ് മേജറായിട്ട് കുറയാറ്. ഇതിപ്പോൾ കൺസിസ്റ്റൻ്റ് അല്ലാണ്ടാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ കുഷാക്ക് ഫേസ് ലിഫ്റ്റ്, ഡ്രാഗൺ ഫേസ് ലിഫ്റ്റ് ഒക്കെ കണ്ടു. അതുകൊണ്ട് തന്നെ സ്ലാവിയയ്ക്കും വെർട്ടസിനും ഇനിയിപ്പോൾ എന്തായാലും ഫേസ് ലിഫ്റ്റ് വരാനുണ്ട്. അത് പറഞ്ഞപ്പോഴാണ്
ഫോർത്ത് പൊസിഷൻ നിൽക്കുന്ന നമ്മുടെ അടുത്ത വാഹനം വെർട്ടസ് തന്നെയാണ്. ഇതിന് കഴിഞ്ഞ മാസം 1195 വണ്ടികൾ സെയിലാണ് കിട്ടിയത്. കഴിഞ്ഞതിന് മുന്നത്തെ മാസം മെയ്യിൽ 1138 വണ്ടികൾ സെയിലായിരുന്നു കിട്ടിയത്. അതായത് 43 വണ്ടികളുടെ വ്യത്യാസവും 3.43% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി വെർട്ടസ് ആണ്. ആൻഡ് അത്യാവശ്യം കൺസിസ്റ്റൻറ്റ് സെയിലാണെന്ന് പറയും. 1200 പിടിച്ച് പോകുന്നുണ്ട്. ഈ ഒരു സെഗ്മെൻറ്റ്, അതായത് നമ്മുടെ ഈ 4.4, 4.5 മീറ്റേഴ്സിൻ്റെ സെഡാൻസ് കാറ്റഗറി എടുക്കുകയാണെങ്കിൽ ഇപ്പോഴും കഴിഞ്ഞ ഒരു 1-2 കൊല്ലമായിട്ട് ഏറ്റവും കൂടുതൽ സെയിൽ കിട്ടിക്കൊണ്ടിരുന്ന വണ്ടി ഇത് തന്നെയാണ്. സ്ലാവിയോ അല്ലെങ്കിൽ നമ്മുടെ പുതിയ വെർണ, സിറ്റി എന്താണെങ്കിലും അതിൻ്റെ അടുത്തൊക്കെ ആയിട്ടേ വരുള്ളൂ. ഒന്നെങ്കിൽ ജസ്റ്റ് താഴെ ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ചധികം താഴെ ആയിരിക്കും ഇപ്പോൾ കിടക്കുന്ന പോലെ. എന്തായാലും ഇനിയിപ്പം ഫേസ് ലിഫ്റ്റ് വരുമ്പോഴേക്കും കുറച്ചും കൂടെ സെയിൽ കൂടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിൻ്റെ ഡേറ്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളൂ. ഇനി നമ്മുടെ അടുത്ത തേർഡ് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഹോണ്ടയുടെ പുതിയ അമേസ് ആണ്. ഇതിന് കഴിഞ്ഞ മാസം കുറച്ച് സെയിൽ കൂടിയിട്ടുണ്ട്. 2937 വണ്ടികളാണ് കഴിഞ്ഞ മാസം പോയത്. മെയ് മാസത്തിൽ 2660 വണ്ടികൾ സെയിലായിരുന്നു കിട്ടിയത്. അതായത് 277 വണ്ടികളുടെ വ്യത്യാസവും 10.41% ഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം ഡീസൻ്റ് ആണ്. പക്ഷേ എന്നാലും നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി ഇതാണ്. അതായത് ചെറിയ പെർസെൻറ്റേജ് കണക്കൊന്നും വേറെ വണ്ടികൾക്കൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ യൂഷ്വലി സെഡാൻസ് എന്ന് പറയുമ്പോൾ കുറച്ച് ലോ വോളിയം സെയിൽസ് ആയിരിക്കുമല്ലോ, ഭയങ്കര ലോ വോളിയം അല്ല, എന്നാലും യൂഷ്വലി നമ്മുടെ ഈ വണ്ടികൾക്കൊക്കെ ഒരു 5000-ന് താഴെയായിട്ട് സെയിൽ കിട്ടുള്ളൂ. അപ്പോൾ ആ ഡിഫറൻസ് വരുന്നതിൽ കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് 10%, 20% ഒക്കെ വെറുതെ അത്യാവശ്യം ഗ്രോത്ത് പെർസെൻറ്റേജ് അടിച്ച് കയറി വരും. ഇതും കുഴപ്പമില്ല. പക്ഷേ ഈ പുതിയ ജനറേഷൻ ഇറക്കിയ സമയത്ത് ഒരു 4000-5000 ഒക്കെ വെച്ച് കിട്ടുമായിരുന്നു. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം. എനിവേ, ഇനി നമ്മുടെ അടുത്ത സെക്കൻഡ് പൊസിഷൻ നിൽക്കുന്നത്, ഇപ്പോൾ ഏകദേശം സബ് 4 മീറ്റർ വണ്ടികളൊക്കെ നമ്മൾ കയറിയിട്ടുണ്ട്. സോ സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത സെഡാൻ വരുന്നത് നമ്മുടെ ഹ്യുണ്ടായുടെ ഓറയാണ്. ഇതിന് കഴിഞ്ഞ മാസം 5977 വണ്ടികളുടെ സെയിലാണ് കിട്ടിയത്. മെയ് മാസത്തിൽ 5077 വണ്ടികളുടെ സെയിലായിരുന്നു കിട്ടിയത്. ചിലപ്പോൾ സിമിലർ ആയിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷേ അല്ല, കറക്റ്റ് 900 വണ്ടികളുടെ വ്യത്യാസം വന്നിട്ടുണ്ട് മന്ത് ഓൺ മന്തിൽ. 17.73% ഗ്രോത്ത് റേറ്റ് ആണ് വന്നിരിക്കുന്നത്. ഗ്രോത്ത് ആണെങ്കിൽ പോലും നമുക്കിപ്പോൾ ഈ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ളൊരു വണ്ടിയും കൂടിയാണ് ഇത്. പിന്നെ നമ്മുടെ മാരുതിയുടെ ടാക്സി ടോർ വണ്ടികൾ പോലെ തന്നെ ഇതിൻ്റെ അകത്തും ഹ്യുണ്ടായി പ്രൈം എന്ന് പറഞ്ഞ സീരീസിൽ ടാക്സിക്കായിട്ട് ഫ്ലീറ്റ് ഓപ്പറേറ്റേഴ്സിന് കൊടുക്കുന്നുണ്ട്. ഐ10 ന്യൂസ് ഉണ്ട്, ഇതുമുണ്ട്. സോ അതിൻ്റെയും അത്യാവശ്യം സെയിൽ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. പിന്നെ പ്രൈവറ്റ് ബൈസ് അത്യാവശ്യം എടുക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം ഇപ്പോൾ 900 വണ്ടികളുടെ വ്യത്യാസം വന്നെങ്കിലും മിക്കവാറും 5000 to 6000 ഇടയിലാണ് ഇതിന് എപ്പോഴും സെയിൽ കിട്ടാറുള്ളത്. ഇനി നമ്മുടെ അടുത്ത നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന വണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, മാരുതി സുസുക്കിയുടെ ഡിസയർ തന്നെയാണ്. മറ്റേ ഓരോ കേസിലെയും പ്രൈം ടാക്സിക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. ഈ വണ്ടി മെജോറിറ്റി ടാക്സിക്കാണ് പോകുന്നതെന്നാണ് ആൾക്കാർ പറയുന്നത്. എന്തായാലും അതെനിക്കറിയില്ല, അതിൻ്റെ കറക്റ്റ് കണക്കുകൾ വരാറില്ല. എന്തായാലും ഇതിനും ടോറസ് എന്ന് പറഞ്ഞ വേരിയൻസ് ആയിട്ട് മാരുതി സുസുക്കി ടാക്സിക്ക് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം 17899 വണ്ടികൾ സെയിലാണ് കിട്ടിയത്. മെയ് മാസത്തിൽ 24546 വണ്ടികൾ സെയിൽ ഉണ്ടായിരുന്നു. സോ അതിന് മുന്നത്തെ, അതായത് മെയ് മാസം കുറച്ച് മുന്നത്തെ മാസങ്ങൾ വരെ നമ്പർ 1 ബെസ്റ്റ് സെല്ലിംഗ് വണ്ടി ഇന്ത്യയിൽ ഇതായിരുന്നു. കഴിഞ്ഞ മാസം ചെറുതായിട്ടൊന്ന് വ്യത്യാസം വന്നു എന്ന് മാത്രം. ഇതൊന്ന് താഴത്തേക്ക് ഇറങ്ങി, പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ല. അത്യാവശ്യം സെയിൽ കഴിഞ്ഞ മാസം കിട്ടിയിട്ടുണ്ട്. 24,000-അടുത്തൊന്നും ഇല്ലാന്നേ ഉള്ളൂ. എനിവേ കമ്പയർ ചെയ്യുമ്പോൾ 6647 വണ്ടികളുടെ വ്യത്യാസവും 27.08% ഡീഗ്രോത്താണ് വന്നിരിക്കുന്നത്. നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന വണ്ടിയാണിത്. എനിവേ ഗൈസ്, സെഡാൻസിൻ്റെ ഇപ്പോഴത്തെ സെയിൽസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസ് ഒക്കെ ലൈൻ പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്ട്സ് ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്യാൻ നമ്മൾ സപ്പോർട്ടും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ and goodbye.